കേരളത്തിൽ ഇത് 7ാം തവണയാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. നിപ വൈറസ് ബാധിച്ച് ഇതുവരെ 23 പേർ സംസ്ഥാനത്ത് മരിച്ചിട്ടുണ്ട്. നിപ ബാധ ആദ്യം കണ്ടെത്തിയ 2018 വലിയ ആശങ്കയോടെയാണ് കേരളം അന്ന് ആ രോഗത്തെ കണ്ടത്. എന്നാൽ ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നിപ വൈറസിനെ നിയന്ത്രണ വിധേയമാക്കിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. 2018 മെയ്യിലാണ് കേരളത്തിലെ ആദ്യ നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപം ചെങ്ങരോത്ത് എന്ന ഗ്രാമത്തിലായിരുന്നു നിപ ബാധ. കേരളം വിറങ്ങലിച്ചു പോയ നിപയുടെ ആദ്യ വരവിൽ സിസ്റ്റർ ലിനി ഉൾപ്പെടെ 17 പേർ മരിച്ചു. നിപ വൈറസ് ബാധ കണ്ടെത്തിയതോടെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയത്. 2000-ഓളം പേരെ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാക്കിയും റൂട്ട് മാപ്പ് പുറത്തുവിട്ടും അന്ന് നിപയെ സംസ്ഥാനം ഫലപ്രദമായി പ്രതിരോധിച്ചു. 2019-ൽ വീണ്ടും നിപ ബാധ. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ അത്തവണ ആർക്കും ജീവൻ നഷ്ടമായില്ല. 2021-ൽ നിപയുടെ 3ാം വരവ്. കോഴിക്കോട് ചാത്തമംഗലത്ത് 12 വയസ്സുള്ള ഒരു കുട്ടിക്കായിരുന്നു രോഗം. പിന്നാലെ കുട്ടി മരണപ്പെടുകയും ചെയ്തു. 2023 സെപ്റ്റംബറിൽ കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്തു. 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 2 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. പഴംതീനി വവ്വാലുകളിൽ നിന്ന് നേരിട്ടാണ് അത്തവണ രോഗം പകർന്നത്. കൃത്യമായ പ്രതിരോധ നടപടിയിലൂടെ നിപയുടെ 4ാം വരവിനെയും കേരളം അതിജീവിച്ചു. 2024-ൽ വീണ്ടും നിപ ഭീതി. മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരന് അന്ന് ജീവൻ നഷ്ടമായി. 2025-ൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി നിപ വൈറസ് വീണ്ടും സ്ഥിരീകരിച്ചു. 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇത്തവണ നിപയുടെ 7ാം വരവാണ്. പക്ഷേ 2018-ലെ ഭീതി ഇന്ന് സംസ്ഥാനത്തില്ല. ജാഗ്രതയും മുൻകരുതലും നിരീക്ഷണവുമടക്കം ശക്തമായ പ്രതിരോധ മാർഗങ്ങളുടെ കേരള മോഡൽ ഇന്ന് നമുക്കുണ്ട്. ഭയമല്ല, ജാഗ്രതയാണ് പ്രധാനം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.